നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാർ. കൂട്ടരെ, ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് കുറേ പേര് ചേട്ടാ വീഡിയോ ഇടാൻ മടിയായിരുന്നു, എൻ്റെ ബന്ധുക്കാരെ സ്വന്തക്കാരൊക്കെ ഞാൻ അൺഫ്രണ്ട് ചെയ്തു, പുതിയ പുതിയ ആൾക്കാരാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല. അതായത് കൂട്ടരെ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും പിടിച്ച് മിഴുങ്ങാനൊന്നും പോകുന്നില്ല. നെഗറ്റീവ് കമൻറ്റ് വരും, നെഗറ്റീവ് കമൻറ്റ് വേണം. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യണ സമയത്ത് ഇപ്പോൾ എനിക്കൊരു ഫേസ്ബുക്ക് 10-12 വർഷമായി തോന്നുന്നത്. ക്യാഷിന് പരമായിട്ടൊന്നുമല്ല, ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വരും കുറ്റങ്ങൾ, കാര്യങ്ങൾ. അവന് പ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് വീഡിയോ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ 41-101 ദിവസം വെറുതെ ആ ടൈമിലായത് ഇവർ എൻ്റെ പറഞ്ഞത്. ഓ ശരി, എന്തിനാ വെള്ളം ഒഴിക്കണം, ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് സമ്മതിച്ചു കൊടുക്കുക. അല്ലാതെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് സഹോദരന്മാരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ഈ വീഡിയോ കൂടെ നിങ്ങൾ പിടിച്ചു മിഴുങ്ങാനൊന്നും പോകുന്നില്ല. നിങ്ങളെ കണ്ടൻറ്റ്, ഒറിജിനലാലിറ്റി, അത് നിങ്ങൾ വീഡിയോയിൽ കൂടി പോസ്റ്റ് ചെയ്യുക. ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് യൂട്യൂബ് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഒരു സബ്സ്ക്രൈബ് കിട്ടും 1000 സബ്സ്ക്രൈബ് ആവാൻ വേണ്ടി ഹാർഡ് വർക്കാണ്. പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെയല്ല. നമ്മളെ നാച്ചുറൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കതിൽ നിന്നും ഏണിങ്സ് കിട്ടും. എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ FB ആയാലും എന്ത് ഓൺലൈൻ മീഡിയ ആയാലും ഞാൻ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. എനിക്കിപ്പോൾ ഞാൻ അവിടെ വലുതായിട്ടോ അല്ലെങ്കിൽ ഞാൻ പൊങ്ങച്ചം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. അല്ല അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കാരും കൂട്ടുകാരും നിനക്ക് പ്രാന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ട് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യൻ്റെ മാനസിക സ്ഥിതിയാണ്. ആ സമയത്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം എഫക്റ്റാണെന്ന്. എന്നെ കണ്ടത് എന്തോന്ന് രാശി ഇങ്ങനെ കാണിക്കുന്നത്, നീ റീച്ചിന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണത്, ഇനി മേലെ അങ്ങനെ ചെയ്യില്ല. കാരണം വെച്ചാൽ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും പല ക്യാരക്ടറാണ്, പലരും പല കാര്യങ്ങളും പറയും. എൻ്റെ സഹോദരന്മാരെ നിങ്ങളെ കണ്ടൻറ്റ് നിങ്ങൾ ഒറിജിനലായിട്ട് ഇടുക. ഞാനിപ്പോൾ ചായയും വടയും കടിക്കുന്ന വീഡിയോ വരെ ഇടും. അത് നമ്മളെ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആൾക്കാരെ വീഡിയോ കയറിയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് വീഡിയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അതൊക്കെ നമുക്ക് ശത്രുക്കൾ സമ്പാദിക്കുകയുള്ളൂ. നമ്മളായിട്ട് നാച്ചുറലായിട്ടുള്ള നമ്മളെ യാത്രകൾ, നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. മറ്റുള്ളവർ എന്തുകൊണ്ടും വിചാരിച്ചോട്ടെ, അതൊന്നും നിങ്ങളെ കാര്യമാക്കണ്ട. കാരണം വെച്ചാൽ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് ഇതാ ഇപ്പോഴും ഇന്നും ഈ ഇതിലും. പക്ഷേ ആൾക്കാർക്കൊക്കെ എന്നെ ഇപ്പോഴും എന്നെ കുറേ എല്ലാവർക്കും എന്നെ ഏകദേശം എന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ ഇടുക. അപ്പം എൻ്റെ അടുത്തൊരു വ്യക്തി ചോദിച്ചു, ചേട്ടാ 2026 എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ സ്മാർട്ട് ഫോണുണ്ടോ, നെറ്റുണ്ടോ, നീ ഒരു ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡാക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് നീ തുടങ്ങ്, നിൻ്റെ കഴിവ് അല്ലെങ്കിൽ നിൻ്റെ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്യും. ദൈവസഹായത്തിന് സക്സസ് ആവും. എന്നിട്ട് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, കാശേ നിൻ്റെ കയ്യിലെ നൂലടിച്ച് മാറ്റണം, കുറിയൊന്നും വേണ്ട എന്ന് വെച്ചാൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ കാണുകയാണ്. ഞാൻ ഒന്നുമില്ല, എൻ്റെ പൊട്ടും കുറിയുള്ളവർ മാത്രം കണ്ടാൽ മതി. കൂട്ടുകാരെ, എനിക്ക് ജാതി മതം അങ്ങനെയൊന്നുമില്ല. ഞാൻ പള്ളിയിലും പോകും, ക്രിസ്ത്യൻ പള്ളിയിലും പോകും, മുസ്ലിം പള്ളിയിലും പോകും, എല്ലാ ആരാധനയിലും പോകും. എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്, എല്ലാം ശരിയാവുന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ ഇടും. ഫുൾ സപ്പോർട്ട്. താങ്ക് യു.